ക്രിയേറ്റീവ് ജെയ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു ക്രിയേഷനാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തമ്മിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഈ ഒരു ക്രിയേഷന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബേസ് ആവശ്യമായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് കട്ടിൽ എന്തെങ്കിലും എടുക്കുക, എന്തെങ്കിലും കുപ്പിയുടെ അടപ്പ് ആണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കാർഡ്ബോർഡ് എടുക്കാം, ഇല്ലെങ്കിൽ കട്ടിൽ എന്തെങ്കിലും ബൈൻഡോ ബുക്കിൻ്റെ ബൈൻഡോ അങ്ങനെ എന്തെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ പഴയ നോട്ട്ബുക്കിൻ്റെ ഒരു കവർ പേജസ് കുറേ കൂട്ടി ഒട്ടിച്ചിട്ട് അതിന് പുറത്ത് കുറച്ച് സിമെൻറ്റ് പ്രൈമർ അടിച്ചെടുത്തിട്ട് അങ്ങനെ കട്ടിയായിട്ട് എടുത്താണ്. എൻ്റെ കയ്യിൽ കാർഡ്ബോർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ ഒരു കുട്ടി പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ ക്രിയേഷൻ പെട്ടെന്നൊരു ഐഡിയ വന്നപ്പോൾ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അതിൻ്റെ പുറത്താണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു ആകാശവും മേഘങ്ങളും കുറച്ച് മഞ്ഞ് പോലെയൊക്കെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കോൾപോസ്ലിൻ ക്ലേ ആണ് കേട്ടോ ഇത്തവണ എടുത്തിട്ടുള്ളത്. കോൾപോസ്ലിൻ ക്ലേയിൽ വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ആ ഒരു മഞ്ഞിൻ്റെ ഒരു എഫക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്ലേ വെച്ചിട്ട് മഞ്ഞിൻ്റെ എഫക്റ്റ് കൊടുക്കാനോ ക്ലേ അപ്ലൈ ചെയ്യുക, ഇതുപോലെ എന്തെങ്കിലും ഇംപ്രഷൻസ് കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ക്ലേ അപ്ലൈ ചെയ്തതിന് ശേഷം അതിലിതുപോലെ നീഡിൽ വെച്ചിട്ട്, നീഡിൽ യൂസ് ചെയ്താലും മതി കേട്ടോ, ഇതുപോലെ ടൂൾ തന്നെ വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ കുറേ കുത്തു ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു മഞ്ഞോലൊക്കെ തോന്നും. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു സ്നോമാനെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു വർക്കൊന്നുമല്ല, അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഒരു സ്നോമാൻ കുട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഡു യു വാണ്ട് ടു ബിൽഡ് ദിസ് സ്നോമാൻ? ആ ഒരു പാട്ടൊക്കെ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ മനസ്സിലേക്ക് വന്നു. പക്ഷേ അധികം പാടാനൊന്നും അറിയില്ലാത്തതുകൊണ്ട് അതങ്ങനെ ശരിയാവില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലേക്ക് വന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു കുട്ടി ക്യാരറ്റൊക്കെ വെച്ചിട്ട് സ്നോമാൻ്റെ ഫേസ് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഒരു ബിഗ് സ്നോമാനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബൾബൊക്കെ വെച്ചിട്ട് വാൾപുട്ടിയൊക്കെ വെച്ചിട്ട്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ട് വിചാരിക്കണോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. പഴയ ക്രിസ്മസ് ക്രിയേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഇനി നമ്മുടെ കുട്ടി സ്നോമാൻ്റെ അടുത്ത് ഒരു കുട്ടി പെൺകുട്ടിയും കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇത്തവണ നമ്മൾ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മുട്ടിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രം സ്കിൻ കളർ ക്ലേ വെച്ചിട്ട് ബാക്കി നമ്മൾ സ്കർട്ട് വെച്ചു, പിന്നെ ഒരു ടോപ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോളും കൂടെ അപ്ലൈ ചെയ്താൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ അത് വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു സർഫസിൽ ഒട്ടിക്കല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട്. അപ്പോൾ ഇത്രയും സ്കർട്ടെല്ലാം ചെയ്തതിന് ശേഷം ബ്ലാക്ക് കളറിൽ ഒരു ടോപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മഞ്ഞ് ഉള്ള സ്ഥലത്തായതുകൊണ്ട്, തണുപ്പുള്ള സ്ഥലത്തായതുകൊണ്ട് നമ്മൾ ഫുൾ ടർട്ടിൽ നെക്കായിട്ടുള്ള ഒരു ക്ലോസ്ഡ് നെക്കായിട്ടുള്ള ഒരു ടോപ്പാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ സ്ലീവ്സാണ് വെച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ കുറച്ചും കൂടെ മഞ്ഞിൻ്റെ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി കുറച്ചും കൂടെ ക്ലേ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഇംപ്രഷൻസൊക്കെ കൊടുത്തിട്ട് എടുക്കാം. ഇനി നമുക്ക് കുട്ടിയുടെ ഫേസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫേസാണ് ഇത്തവണ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ആർക്കും ചെയ്യാവുന്ന ഒരു ഫേസാണ്. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ക്ലേ, അതുപോലെ പെയിൻറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അത് എല്ലാ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽ ചെയ്യുമ്പോഴും നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ പൊതുവേ എൻ്റെ ഈ ഒരു ഷൂട്ട് ചെയ്യാനായിട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡ് എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ട്രൈപോഡല്ല യൂസ് ചെയ്യുന്നത്, ഒരു മൊബൈൽ ഹോൾഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നിടത്ത് നിന്ന് എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. സോ അത് ചെക്ക് ചെയ്യുമ്പോഴും, അതുപോലെ ഇതിലിങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ ഡീറ്റെയിൽ ചെക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് അതിനെല്ലാം ടൈം പോകുന്നതുകൊണ്ട് നമുക്ക് എത്രയും ശ്രദ്ധിച്ച് നമുക്ക് എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും എൻ്റെ കയ്യിൽ ക്ലേയും അതുപോലെ പെയിൻറ്റും ഒക്കെ ഉണ്ടാവുക കേട്ടോ. പ്രത്യേകിച്ച് ഒത്തിരി കോംപ്ലിക്കേറ്റഡ്, ഇതിനെക്കാട്ടിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്ക് നിങ്ങളങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത് കേട്ടോ, അത് വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്മളിനി ഒരു തൊപ്പിയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. നമ്മളെ സാന്റാക്ലോസ് അപ്പൂപ്പൻ്റെ തൊപ്പി പോലെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്നോമാനും അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടിക്കും രണ്ടുപേർക്കും ഇതുപോലെ തൊപ്പി വെച്ച് കൊടുക്കാം. ക്രിസ്മസ് ഒക്കെ അല്ലേ, രണ്ടുപേരും തൊപ്പിയൊക്കെ വെച്ച് സുന്ദരിയൊക്കെ ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു ഫേസിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പുള്ള ഏതെങ്കിലും ഡോളിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയെങ്കിൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. പിന്നെ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കേളി ആയിട്ടുള്ള കുറച്ച് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലുള്ള ഹെയറാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രൂണറ്റും അല്ല ബ്ലോണ്ടും അല്ല, അതിനിടയ്ക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ ഹെയറാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സൈഡിലൊരു ക്രിസ്മസ് ട്രീ ആണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ തടിക്ക് വേണ്ടിയിട്ട് ബ്രൗൺ കളർ ക്ലേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ ഈ ഒരു പെൺകുട്ടി മഞ്ഞിൽ മുട്ടുകുത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സ്റ്റോക്കിങ്സോ അല്ലെങ്കിൽ ഒരു സോക്സോ ഒന്നും ഇട്ട് കൊടുക്കാതെ അതിനെ തന്നെ ആ ഒരു മുട്ടുകുത്തി ഇരുത്തിച്ചു. ഒരു ക്രിയേഷൻ ആണെങ്കിൽ നമ്മൾ ഇത്തിരി മനുഷ്യത്വം കാണിക്കണ്ടേ. സോ അതുകൊണ്ട് നമ്മൾ കാലിലും അതുപോലെ കൈയും നമ്മൾ വെറുതെ വെച്ചിരിക്കുകയായിരുന്നു. അതിൽ ആ ഒരു കൈകളിൽ ഗ്ലൗസ് ഇട്ട് കൊടുത്തിരിക്കുന്ന പോലെ എഫക്റ്റ് ഒരു വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ കാലിൽ ഒരു സ്റ്റോക്കിങ്സ് ഇട്ടിരിക്കുന്ന പോലെ നമ്മൾ ബ്ലാക്ക് കളറും കൊടുത്തെടുത്തിട്ടുണ്ട്, ആ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട്. അപ്പോൾ ഈ ഒരു ക്രിയേഷന് കുറച്ച് ജസ്റ്റ് സിപ്പൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ വർക്കാണ് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറയുമ്പോൾ അധികം അങ്ങനെ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. കുറച്ച് ബ്രാഞ്ചസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മളതിങ്ങനെ ട്രീയുടെ ആകൃതിയിൽ, നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പിൽ നമ്മളിതുപോലെ ബ്രാഞ്ചസ് ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഇതിവിടെ ചെയ്യുന്നുള്ളൂ, വലിയ ഡീറ്റെയിലിംഗ് ഒന്നും നമ്മളവിടെ കൊടുക്കുന്നില്ല. ഇതുപോലെ നമ്മൾ അതിൻ്റെ ഒരു പകുതി ഭാഗമേ കാണുള്ളല്ലോ, അത്രയും നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ സ്നോമാന് ഒരു സ്കാർഫ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ട്രീ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ഗ്രീൻ കളർ ക്ലേ ബാക്കി വന്നു. സോ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് തന്നെയാണ് ഈ സ്കാർഫും ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഡിസൈൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പല കളറിൽ നമുക്കിതുപോലെ ഡിസൈൻസൊക്കെ അതിന് കൊടുത്തെടുക്കാവുന്നതാണ്. ഇതുപോലെ യെല്ലോ, ബ്ലൂ, റെഡ്, വൈറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിയേഷൻ കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഒരു ഫ്രെയിമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ ഗിഫ്റ്റ് ചെയ്യാൻ അങ്ങനെയുള്ള എന്ത് കാര്യത്തിന് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഭയങ്കര ക്യൂട്ടായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തൊരു ക്രിയേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രിയേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ക്രിസ്മസ് ക്രിയേഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ചീയേഴ്സ്.